വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഔട്ടിങ്ങിന് പോയിക്കാണ് കേട്ടോ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയത് ഡേ ടു ഡേക്കാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ജസ്റ്റ് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഒരു അടിപൊളി എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി കൂടി ഇടുന്നുണ്ട്, ഈത്തപ്പഴവും ലെമണും വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം. ഞങ്ങൾ കറാമ സെൻറ്ററിൽ കൂടി നടന്നു പോവാണ്. അവിടെ കുറേ ഷോപ്പുണ്ട് ഈ കറാമ സെൻറ്ററിനകത്ത്. നല്ല അടിപൊളി നാട്ടിൽ കിട്ടുന്ന പോലെ അടിപൊളി കുറേ ഡ്രസ് കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ നല്ല റേറ്റുമാണ്, അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. സ്വർണ്ണത്തിൻ്റെ ഭാഗത്ത് പിന്നെ നോക്കാനേ പറ്റില്ല, അത്രയ്ക്കും സൂപ്പറാണ് പ്രൈസൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ, കൗണ്ടർ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഫാൻസി ഐറ്റംസ്, വാച്ച്, മറ്റേ വളകൾ, കമ്മലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ കമ്മലെൻ്റെ ഫേവറേറ്റാണ്. എപ്പോൾ നോക്കിയാലും ഞാനിങ്ങനെ കമ്മൽ നോക്കിക്കൊണ്ട് വെക്കും. എല്ലാവരും ചോദിക്കുന്നത് ഞാൻ കമ്മൽ മേടിക്കുന്നത് തട്ടോടുന്നതല്ലേന്ന്. പക്ഷെ എന്നാലും കമ്മൽ ഭയങ്കര ഫേവറേറ്റാണ് എൻ്റേത്. എന്നാലും ഭയങ്കര നോക്കാൻ പോലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ ഇവിടെ നിന്ന്, വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൗണ്ടറിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇതിനൊക്കെ 10 ദിർഹംസേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ എടുത്തോന്ന് ചോദിച്ചപ്പോൾ എടുത്തോന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ടൈമില്ല ഡേ ടു ഡേക്ക് പോകുന്നതിനെ കൊണ്ട്. അപ്പോൾ വേറൊരു ദിവസം വന്നിട്ട് വീഡിയോ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടുത്തെ ബ്രേസ്ലെറ്റ് ആണെങ്കിലും കമ്മൽ, മോതിരം, ഇങ്ങനത്തെ ആണെങ്കിലും അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഒന്നും ആവില്ല ഇവിടെ, നമ്മൾ എത്ര യൂസ് ചെയ്താലും അങ്ങനെ ഒന്നും ആവില്ല. അപ്പോൾ ഞാനൊരു ദിവസം ഡീറ്റെയിൽഡായിട്ട് വന്നിട്ട് ഇവിടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ജിമ്മിക്ക് കമ്മലിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി. വേറെ ദിവസം വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കറാമ സെൻറ്ററിൻ്റെ. ഇത് ഫ്രണ്ട് ഭാഗമാണ് കറാമ സെൻറ്റർ. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നടന്നിട്ട് പോകണം കേട്ടോ, കുറച്ച് നടക്കാനുണ്ട്. 10 to 15 minutes നടക്കാനേ ഉള്ളൂ. അത് മുരിങ്ങയുടെ മരം കേട്ടോ, ഇവിടെ എടുക്കുക നമുക്ക് മുരിങ്ങയുടെ മരം കാണാം. ഇവിടുന്ന് നമുക്ക് ക്രോസ് ചെയ്യാനുണ്ട്, പെഡസ്ട്രിയൻ വേയിൽ ക്രോസ് ചെയ്യുക. അപ്പുറത്ത് സിഗ്നൽ ഉണ്ട് കേട്ടോ, 2 സിഗ്നൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ. ഡേ ടു ഡേ എത്തിയിട്ടുണ്ട്. അപ്പോൾ UAE മിക്ക പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ വരാൻ. ഡേ ടു ഡേയിൽ വന്നാൽ 10 ദിർഹംസാന്ന് വിചാരിച്ചിട്ട് കുറേ സാധനം, 10 ദിർഹംസ് അല്ലേന്ന് വിചാരിച്ചാൽ കുറേ സാധനം എടുക്കും. പിന്നെ നോക്കുമ്പോൾ നല്ല പൈസ ആയിട്ടാണോ 10 ആയിട്ട്. ഞാൻ ഇവിടെയൊക്കെ കൊണ്ടുവരാറില്ല കേട്ടോ, കൊണ്ടുവന്നാൽ ഇക്കൊക്കെ അറിയാം ഞാൻ പിന്നെ അവിടെ നിന്ന് വരില്ല. കുറേ സമയം ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ ഇക്കൊക്കെ അങ്ങനെ ഇഷ്ടമല്ല, അങ്ങനെ ആണുങ്ങൾക്കൊന്നും അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഈ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ടുപോകാറില്ല, ഞാൻ ഇക്കൻ്റെ കൂടെ പോകാറുമില്ല. അപ്പോൾ ഞാൻ പിന്നെ കിട്ടിയ ചാൻസാന്ന് വിചാരിച്ച് ചേച്ചിയുടെ കൂടെ വന്നതാട്ടോ. ചേച്ചി ശരിക്കും വന്നത് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളെന്തോ മേടിക്കാൻ വേണ്ടിയിട്ട്, പെയിൻറ്റിങ് എന്തോ ചേച്ചി ചെയ്യുന്നുണ്ട്, ഗ്ലാസ് പെയിൻറ്റിങ് ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ എന്തോ സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ ബേക്കിംഗ് ട്രേസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ലുലു അല്ലെങ്കിൽ നെസ്റ്റോ അവിടുത്തെ നോക്കിയിട്ടൊക്കെ ബേക്കിംഗ് ട്രേസ് ഒന്നും കണ്ടിട്ടേ ഇല്ല, കിട്ടാറേ ഇല്ല. വലുതൊക്കെ ഉണ്ട്, ചെറുത് എവിടെയും വരുന്നില്ല. ജസ്റ്റ് നോക്കിയതാണ്. പക്ഷേ ഇവിടെയും വലുതായിട്ടുള്ള, ചെറുതൊന്നുമില്ല. ഇവിടെ നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞു സാധനങ്ങൾ, എവിടെയും കിട്ടാത്ത സാധനങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പക്ഷെ നല്ല അടിപൊളി ക്യൂട്ടാണ്. നമ്മൾ ഓരോ സാധനം കാണാൻ വേണ്ടി നോക്കി വെക്കും നമ്മൾ. കുരിയൊക്കെ കണ്ടോ, പിന്നെ ഇതാ ഫ്ലവർ വേസ്, ഇതൊക്കെ ഇഷ്ടംപോലെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ പ്ലേറ്റ്സ്, ഇതൊക്കെ 10 ദിർഹംസിൻ്റെ ഉള്ളിലാട്ടോ ഇതിനൊക്കെ റേറ്റ്. ഈ പാത്രം കണ്ടോ നിങ്ങൾ, നല്ല ക്യൂട്ടില്ലേ പാത്രം കാണാൻ വേണ്ടി, നല്ല രസം. കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ വന്നിട്ട്, അടിപൊളി.
നമുക്ക് ഈ ഫുഡൊക്കെ സെർവ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയാൽ അടിപൊളി പാത്രം. ഇതിൽ കുറേ ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും ഞാൻ ഇവിടെ നിന്ന് മേടിക്കാറില്ല. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ അതൊന്നും മേടിക്കാറില്ല. പിന്നെ ഈ ഹെയർ ബാൻഡ്സ് ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കൽ. എങ്ങനത്തെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ കുക്ക് ചെയ്യുന്ന പാത്രമൊന്നും ഞാൻ അവിടെ നിന്ന് മേടിക്കാറില്ല കേട്ടോ. ഇതൊക്കെ ഷാളൊക്കെ നമ്മൾ ഒന്നിച്ച് ഹാങ് ചെയ്യുന്ന ഹാങ്ങർ. കിഡ്സ് ഫേവറേറ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ടോയ്സ് ആണെങ്കിൽ ഇഷ്ടം പോലെ എങ്ങനത്തെ ടൈപ്പ് വേണമെങ്കിൽ ടോയ്സ് കിട്ടും കേട്ടോ ഇവിടെ. ഇത് മിററാട്ടോ, നമുക്ക് ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മിറർ. അങ്ങനത്തെ എല്ലാ ടൈപ്പും ഉണ്ട് മിറർ. ഇതൊക്കെ ഫ്രാഗ്രൻ്റ് ക്യാൻഡിൽസാണ്. കീ ചെയിൻസ്, ഇപ്പോൾ മാസ്ക് ഹോൾഡറാണ് കേട്ടോ. ഇതൊക്കെ ടിഷ്യൂ ഇട്ട് വെക്കുന്ന ബോക്സാണ്, ടിഷ്യൂ ബോക്സസ്. അത് എല്ലാ ടൈപ്പും നല്ല അടിപൊളി ക്യൂട്ടായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഓരോ സാധനം നോക്കിയിട്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. കുറേ ലേറ്റായി. ചേച്ചിക്ക് മെട്രോയിലൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് മതി പോകാം. ഇതാട്ടോ കാറാമ സെൻറ്റർ, അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഇതാ ADCB മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് 2ലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് കേട്ടോ എൻ്റെ വില്ല. ഇവിടെ അടുത്തൊരു ജുപ്പിറ്റർ ക്ലിനിക്ക് കൂടിയുണ്ട്. അപ്പം ഞാൻ എത്താനായി. ചേച്ചി മെട്രോയിൽ പോകും, ഞാൻ അവിടെ തന്നെ എത്തി. അപ്പോൾ റൂമിലെത്തിയപ്പോൾ ഭയങ്കര വിശപ്പ്, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് തണുത്ത പാലും കുറച്ച് കോൺഫ്ലെക്സും ഇട്ടിട്ട് കഴിച്ചു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നാൽ ഇതൊന്ന് കഴിച്ചാൽ ഞങ്ങൾക്ക് വിശപ്പ് ഒന്ന് മാറും. പിന്നെ ഫുഡൊന്നും ഉണ്ടാവില്ലല്ലോ, ഉണ്ടാക്കാൻ പോകുന്നതല്ലേ ഉണ്ടാവൂ. പിന്നെ അതൊന്ന് കഴിച്ചു. ഞാൻ അച്ചാറിടുന്നത് നാരങ്ങൻ്റെ തൊലി കൊണ്ട്. അപ്പോൾ ഇങ്ങനെ നാരങ്ങൻ്റെ തൊലി നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി വന്നത് ഞാൻ ഉപ്പും സിർക്കയും ഇട്ടിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിൽ അച്ചാറിടല. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നാരങ്ങൻ്റെ തൊലി ആരും ഇനി കളയണ്ട. എന്നിട്ട് ഈ നാരങ്ങൻ്റെ തൊലി നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് ഇതിലിട്ട് കൊടുക്കാം. ചെറിയ പീസാക്കിയിട്ട് ഒരു 3-4 പീസാക്കിയാൽ മതി കേട്ടോ. ഒരു ഹാഫിന് നാരങ്ങൻ്റെ തൊലിയൊക്കെ അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 സ്പൂണോ മറ്റോ. ഇതൊക്കെ നമ്മുടെ എത്രയാണോ തൊലി ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സിർക്കയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കായം. പിന്നെ ഇതിലേക്ക് കടുകും ഉലുവയും വറുത്ത് പൊടിച്ചതാട്ടോ ഇട്ട് കൊടുത്തത്. അത് ഞാനുണ്ടാക്കിയതല്ല, എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ല അന്ന് സാജിത, ഓള് പോകുമ്പോൾ എനിക്ക് തന്നതാണ്. ഓളെ ഉമ്മ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു ഇവിടെ വന്നപ്പം. അപ്പോൾ അതും കൂടിയിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളി ഒക്കെ കുറച്ച് കൂടുതലിട്ടോ, കുഴപ്പമൊന്നും ഒരു 5-6 അല്ലി ഇട്ടോ. വലിയ വെളുത്തുള്ളി ആട്ടോ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചിയാണെങ്കിൽ കുറച്ച് വലിയ പീസ് തന്നെയാണ് എടുത്തത്. നാട്ടിലാണെങ്കിൽ ഒരു ചെറിയ വെളുത്തുള്ളികൾ മൊത്തത്തിൽ ഫുൾ എടുക്കുക. നന്നായിട്ട് അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് അത് മൂപ്പിക്കണം, നല്ല അടിപൊളി സ്മെല്ല് വരും. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ ശേഷം 1/2 കപ്പ് ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് നിങ്ങളില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് പകരം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഈത്തപ്പഴമാണ് ഇട്ട് കൊടുത്തത്. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി അതിന് പകരം. അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മിക്സ് ചെയ്ത അരപ്പും കൂടി അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈത്തപ്പഴവും അരപ്പും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ഒന്ന് വെക്കുക. മിക്സ് ചെയ്ത പാത്രം ഒന്ന് ക്ലാച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ക്ലാച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴേക്ക് നല്ല തിളച്ച വെള്ളം നല്ല ആറിയിട്ട് മാത്രമേ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. ആറാൻ വേണ്ടി വെക്കാൻ പറഞ്ഞാൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ ഊറി വന്നിട്ടുണ്ട്. നമ്മൾ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഗ്രേവിയിൽ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിയും നാരങ്ങാൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഈ നാരങ്ങയും അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നവരെ മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വെക്കാം. അപ്പോൾ നമുക്കിതാ നാരങ്ങ മേടിക്കേണ്ട പൈസ ഒന്നും ചിലവില്ലാതെ ഒരു അടിപൊളി നല്ല ഉപ്പും പുളിയും മധുരമൊക്കെ ഉള്ള അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. എപ്പം പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.